കർണാടക മുഖ്യമന്ത്രി പദത്തിനു വേണ്ടിയുള്ള തർക്കം രൂക്ഷമായതിനു പിന്നാലെ ഇന്ന് DVK ശിവകുമാറും സിദ്ധരാമയ്യയും കൂടിക്കാഴ്ച നടത്തും. രാവിലെ സിദ്ധരാമയ്യയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച നടത്തുക. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തുന്നത്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസനാണ് ചേരുന്നത്. രാജേഷ്, എന്തായാലും മുഖ്യമന്ത്രി പദത്തിനു വേണ്ടിയുള്ള ഒരു തർക്കം രൂക്ഷമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കൂടിക്കാഴ്ച ഇന്ന് നടക്കുന്നുണ്ട്. അതിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെ കരുതണം, അല്ലെ രാജേഷ്? അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ അധികാര തർക്കം മുറുകുന്ന കർണാടകയിൽ ഈ മുഖ്യമന്ത്രി പദത്തെ സംബന്ധിച്ച് ഇന്നൊരു നിർണായക തീരുമാനം ഉണ്ടാകുമെന്നാണ് വിവരം. നമുക്കറിയാം, നവംബർ 20-നായിരുന്നു ഈ സിദ്ധരാമയ്യ സർക്കാരിൻ്റെ 2.5 വർഷം പൂർത്തിയാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാർ പക്ഷം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചരടുവലികൾ തുടങ്ങിയത്. ഇരു വിഭാഗങ്ങളും വിവിധ ആരോപണങ്ങൾ ഉന്നയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സിദ്ധരാമയ്യക്കെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യക്കെതിരെ മുണ്ട അഴിമതി കേസ് ആരോപിച്ചായിരുന്നു ഈ DK ശിവകുമാർ പക്ഷം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ചരടുവലികൾ സജീവമാക്കിയിരുന്നത്. അതേസമയം തന്നെ ഈ കുംഭമേളയിൽ പങ്കെടുത്തത്, അതുപോലെ തന്നെ കർണാടക നിയമസഭയിൽ ഈ RSSന്റെ ഗണഗീതം പാടിയത്, ഈ അമിത്ഷാ അടക്കമുള്ള അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകളുടെ കൂടെ വേദി പങ്കിട്ടത്, ഇതെല്ലാമാണ് ഈ DK ശിവകുമാറിനെതിരായിട്ട് ഈ സിദ്ധരാമയ്യ ക്യാമ്പ് ഒരുക്കുന്ന മറ്റൊരു വിമർശനം. ഇത് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യവും പരസ്പരം കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഇടപെട്ട് രണ്ടുപേരോടും ഇന്നൊരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ പരസ്പരം കണ്ട് എടുക്കാൻ ഒരു സാഹചര്യം ഒരുക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത്. ഇന്ന് രാവിലെ 9:30 ഈ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഔദ്യോഗിക വസതിയിലാണ് ഒരു കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഈ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഹൈക്കമാൻഡ് നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കർണാടക രാഷ്ട്രീയത്തിലെ കോൺഗ്രസിലെ ഉള്ളിലെ ഈ അധികാര തർക്കം. അത് എത്രയും പെട്ടെന്ന് തീർപ്പാക്കുക എന്നതാണ് കോൺഗ്രസിലെ ദേശീയ നേതൃത്വം ഇരു മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും നൽകിയിട്ടുള്ളത്. എന്തായാലും ഹൈക്കമാൻഡ് വിളിപ്പിച്ചാൽ താൻ ഡൽഹിയിലേക്ക് പോകുമെന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ DK ശിവകുമാർ ഇന്ന് ഡൽഹിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം നിലവിൽ ഇപ്പോൾ കർണാടകയിൽ തന്നെ തുടരുകയാണ്. ഇന്ന് 9:30 നടക്കുന്ന ഈ നിർണായക ചർച്ചയിൽ, അല്ലെങ്കിൽ ഈ സിദ്ധരാമയ്യയും DK ശിവകുമാറും കൂടി നടക്കുന്ന നിർണായക ചർച്ചയിൽ ഇതൊരു തീരുമാനമാകുമെന്നാണ് വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കർണാടകയിൽ തുടരുന്നു എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതേസമയം തന്നെ നിലവിൽ ഇപ്പോൾ കർണാടകയിൽ തന്നെ തുടരുന്ന DK ശിവകുമാർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ DK സുരേഷ് ഡൽഹിയിലുണ്ട്. ഈ നേതൃത്വ മാറ്റം അല്ലെങ്കിൽ നിയമസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കാണ് ഈ DK സുരേഷ് ഡൽഹിയിൽ എത്തിയെന്നാണ് വിവരം. ഈ ദേശീയ നേതൃത്വവുമായി ഇദ്ദേഹം ചർച്ച നടത്തുന്നുണ്ട് എന്നുകൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. എന്തായാലും കർണാടക രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിലെ അധികാര തർക്കം തീർപ്പാക്കുക എന്നതാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 9:30 ഇരു വിഭാഗങ്ങളും, അല്ലെങ്കിൽ DK ശിവകുമാറും മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യയും ഇന്നൊരു നിർണായക യോഗം 9:30 കൂടി ചേരുന്നത്. ഈ 2.5 വർഷം പിന്നിട്ട സാഹചര്യത്തിലായിരുന്നു ഈ സിദ്ധരാമയ്യയും അല്ലെങ്കിൽ DK ശിവകുമാർ പക്ഷം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അധികാര വടംവലി അല്ലെങ്കിൽ ചരടുവലി സജീവമാക്കിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതേസമയം ഇരു വിഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഹൈക്കമാൻഡ് വലിയ തലവേദനാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നൊരു നിർണായക ചർച്ചകൾക്ക് രണ്ടുപേർക്കും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കും ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാറിനും ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും 9:30 മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യയുടെ ഔദ്യോഗിക വസതിയിലാണ് ഇന്നൊരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. എന്തായാലും അധികാര തർക്കം ഉടലെടുക്കുന്ന അല്ലെങ്കിൽ രൂക്ഷമായിരിക്കുന്ന കർണാടകയിൽ ഇന്നൊരു നിർണായക തീരുമാനം ഉണ്ടാകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രേണുക, ശരി, വിവരങ്ങൾ പങ്കുവച്ചത് രാജേഷ് ശ്രീനിവാസനാണ്.